നമസ്കാരം, ഞാൻ സുശാന്ത് നിലമ്പൂർ. ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ഇതിനു മുമ്പ് പലരും പറഞ്ഞതാണ്. എത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ ഇതിനൊരു മാറ്റവും വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും ഞെട്ടലോട് കൂടി കേട്ടൊരു വാർത്തയുണ്ട്. 70 പിന്നിട്ടൊരു വൃദ്ധൻ നമ്മുടെ നാട്ടിലെ ചെറിയൊരു കുഞ്ഞിനെ പീഡിപ്പിച്ച കാര്യം. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ദൃഢമായ ഒരു നിയമവും ഭീതി ഉണർത്തുന്ന ശിക്ഷയും ഉണ്ടായിരുന്നെങ്കിൽ ഒരു പരിധിവരെ ഇങ്ങനെയുള്ള പീഡനങ്ങൾ കുറയുമായിരുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. പിഞ്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നവരുടെ ലൈംഗികശേഷി ഇല്ലാതാക്കണമെന്ന്. എന്റെ അഭിപ്രായത്തിൽ പിഞ്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നവരുടെ ലൈംഗിക ശേഷി ഇല്ലാതാക്കുന്നതിലുപരിയായിട്ട് അവരുടെ സെക്ഷൽ ഓർഗൻ കട്ട് ചെയ്യണം. നമുക്കിവിടെ സൗദി രീതിയിലുള്ള നിയമമാണ് വേണ്ടത്. അതുപോലത്തെ ഒരു ശിക്ഷയാണ് നടപ്പിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഒരു പരിധി വരെയുള്ള പീഡനങ്ങൾ കുറയും. മുട്ടുകുത്തി അഴിയുന്ന പിഞ്ചു കുഞ്ഞിനെ പോലും പീഡിപ്പിക്കുന്നതിനെ മനുഷ്യന് വിളിക്കാൻ പറ്റും? മൃഗമെന്നല്ലേ വിളിക്കണ്ടേ? നമ്മുടെ വീട്ടിലുണ്ടല്ലോ വളർത്തുന്ന കുറെ മൃഗങ്ങൾ, നായും പൂച്ചയൊക്കെ. നമ്മൾ അവരെ കൂടെ കടത്താറുണ്ടോ? ഇല്ല. എന്തുകൊണ്ടെന്നറിയോ? അവർ കാമം മൂക്കുമ്പോ ജന്മം നൽകിയ അമ്മയെ അറിയില്ല, കൂടെ പിറന്ന സഹോദരിയെ അറിയില്ല. അവർ പ്രാപിക്കാൻ പോവും. നമ്മുടെ നാട്ടിലെ എല്ലാ ജനങ്ങളും ശക്തമായ രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സഹോദരിമാർ പിച്ചു ചീന്തുമ്പോൾ ഇതിനെതിരെ ശക്തമായിട്ടുള്ളൊരു നിയമം, ശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടി പുതിയൊരു നിയമം കൊണ്ടുവരേണ്ടി എല്ലാവരും പ്രതികരിക്കുകയാണെങ്കിൽ നമുക്കൊരു പുതിയ നിയമം നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ കഴിയും. തമിഴ്നാട്ടിൽ ജല്ലിക്കെട്ട് നിർത്തലാക്കിയപ്പോൾ തമിഴ് ജനത ഒന്നടങ്കം ശക്തമായ രീതിയിൽ എതിർത്തില്ലേ? അവർ ജാതി നോക്കിയില്ല, മതം നോക്കിയില്ല, പ്രസ്ഥാനം നോക്കിയില്ല. അതുപോലെ നമ്മുടെ നാട്ടിലെ എല്ലാ ജനങ്ങളും നമ്മുടെ സഹോദരിമാർ പിച്ചു ചീന്തുമ്പോൾ ജാതി നോക്കാതെ, മതം നോക്കാതെ, നമ്മൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനം ഏവം നോക്കാതെ പുതിയൊരു നിയമം കൊണ്ടുവരാൻ വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ സഹോദരിമാരെ പീഡിപ്പിക്കുന്നവർക്ക് കനത്ത ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന ഒരു നിയമം നമ്മൾ കൊണ്ടുവരാൻ കഴിയും. പക്ഷേ ഇങ്ങനെയുള്ള ഒരു നിയമം നമ്മുടെ നാട്ടിൽ വന്നാലും അത് നടപ്പിലാക്കാൻ ചങ്കുറപ്പുള്ള ഒരു ഗവൺമെന്റ് നമുക്ക് വേണം. നമ്മുടെ നാട്ടിലെ ഗവൺമെന്റിന് അത് കഴിയുന്നില്ല. വേണ്ടി എനിക്ക് ഗവൺമെന്റിനോട് ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ എല്ലാ ബഡ്ജറ്റിലും കോടിക്കണക്കിന് രൂപ നമ്മൾ വിലയിരുത്തുന്നുണ്ടല്ലോ. റെയിൽവേക്ക് വേണ്ടി, റോഡിന്റെ വികസനത്തിന് വേണ്ടി, നാടിന്റെ വികസനത്തിന് വേണ്ടി, ഹെൽത്ത്, എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞ്. അതോടൊപ്പം നമ്മുടെ സഹോദരിമാർക്ക് വേണ്ടി കുറച്ച് പൈസ മാറ്റിവെക്കാം. എന്നിട്ട് നമ്മുടെ നാടുകളിൽ നിന്ന് ബോംബെയിലേക്കും കൽക്കത്തയിലേക്കും ഓരോ ട്രെയിൻ അങ്ങ് വിടുക. കാമം മുട്ടി നിൽക്കുന്നവരുടെ അവിടെ കാമം തീർത്തിട്ട് വരണം, ബോംബെയിലും കൽക്കത്തയിലും പോയിട്ട്. പക്ഷെ വരുന്ന വഴിക്കെങ്ങാനും വീണ്ടും നിങ്ങളുടെ കാമം ഉയരുകയാണെങ്കിൽ വല്ല മുള്ളിലോ മുരുക്കിലോ പാറയിലോ ഒരതിയിട്ട് അങ്ങ് തീർത്തു വരണം. അല്ലാതെ വീണ്ടും ഞങ്ങളുടെ സഹോദരി മേലെ തൊടാൻ വരികയാണെങ്കിൽ, അവരെ പീഡിപ്പിക്കാൻ വരികയാണെങ്കിൽ നാടിന് വേണ്ടി എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തു എന്ന് പറഞ്ഞ് ജയിലിൽ പോകാൻ ഒരുപാട് യുവാക്കൾ ഇവിടെ തയ്യാറാവും. എനിക്കറിയാം, അത് ഇതിനെതിരെ പ്രതികരിക്കുന്നവർ പലപ്പോഴും ശിക്ഷ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടുവരുന്നത്. ഞാനിപ്പോ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇറക്കി. എന്റെ നാട്ടിൽ നിലമ്പൂർ സ്റ്റേഷനിൽ എന്നെ ആക്രമിച്ച കാര്യം, ഒരു കാര്യമില്ല, എന്നെ ആക്രമിച്ച കാര്യം ഞാനത് പറഞ്ഞു. എനിക്ക് അടി കിട്ടിയ കാര്യം, അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്കിപ്പോ എന്നെ കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. എന്തെങ്കിലും ഒരു, ഞാൻ പറയുന്നത് കേട്ടു, എന്റെ അടുത്തുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വഴി ഇനി നിനക്ക് എന്തെങ്കിലും ഒരു കേസ് നീ അവിടെ ചെല്ലുകയാണെങ്കിൽ നിനക്ക് കനത്ത ശിക്ഷ കിട്ടുന്ന രീതിയിൽ ഞാൻ കേട്ടു. അപ്പൊ എനിക്ക് മനസ്സിലാക്കുന്നത്, നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ളതിനെതിരെ ആരെങ്കിലും പ്രതികരിക്കുകയാണെങ്കിൽ അവൻ ഒറ്റപ്പെടും. പിന്നെ ഞാനിത് പറഞ്ഞതുകൊണ്ട് ഞാൻ പെർഫെക്റ്റ് ആണെന്നൊന്നല്ല പറഞ്ഞു വരുന്നത്. എല്ലാവർക്കും വികാരങ്ങൾ ഉണ്ടാവും, എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും വികാരങ്ങൾ ഉണ്ടാവും. പക്ഷെ അതിനെ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നിടത്താണ് മനുഷ്യനായി നിൽക്കുന്നത്, നമ്മൾ മനുഷ്യരാവുന്നത്. നമ്മളത് കടന്നിട്ട് വേറെ ഇതുപോലെ പീഡനങ്ങളും അക്രമങ്ങളും നടത്തുകയാണെങ്കിൽ ഞാനും നീയും നിങ്ങളും എല്ലാവരും ശിക്ഷ അർഹിക്കുന്നു. പ്രതികരിക്കാൻ തയ്യാറാവുന്നവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ പ്രതികരിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ പ്രതികരിക്കാൻ വരുന്നവരെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ മാത്രം അഭ്യർത്ഥിക്കുന്നു. ഇതോടൊപ്പം എന്റെ വാക്കുകൾ കേട്ട് ആർക്കെങ്കിലും ഒരു പ്രചോദനം ഉൾക്കൊള്ളാൻ കഴിയും, അത് തന്നെയായിരിക്കും എനിക്ക് ഈ വീഡിയോയ്ക്ക് പുറകിലുള്ള വലിയ നേട്ടമെന്ന് ഞാൻ കരുതുന്നു. താങ്ക് യു ആൾ.